ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൺ ടൈം വിത്ത് KNK. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്ഥലത്ത് വന്നേക്കുവാണ് കസിൻസ് എല്ലാവരായിട്ട്. ഏതാ സ്ഥലം എന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് കോടനാട് കപ്രിക്കാട് അഭയാരണ്യം എന്ന് പറയുന്ന ഒരു എലിഫൻറ്റ് ട്രെയിനിങ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കും അങ്ങനെ നല്ലൊരു എന്താ പറയുക ഒരു 1 day ട്രിപ്പ് പോലെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്തോട്ടാട്ടോ ഞങ്ങൾ പോകണം. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വിട്ടു. ഗായ്സ്, ഇവിടെ മൊത്തം മാനല്ലേ. ഞാൻ ഈ വ്ളോഗിന് വോയിസ് ഓവർ കൊടുക്കുന്നില്ല. സോ ഞാൻ മാക്സിമം ഇങ്ങനെ സംസാരിക്കാൻ ഉള്ളൊരു പ്ലാനിലാണ്. ഗായ്സ്, മാന നോക്ക്. ഗായ്സ്, നമ്മുടെ പൊന്നിവിടെ ഉണ്ട്. സോ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. നമ്മൾ വന്നിട്ട് കുറച്ച് നേരമായി. വ്ളോഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തുള്ളൂ. സോറി. നമ്മൾ ഈ വ്ളോഗിൽ വോയിസ് ഓവർ കൊടുക്കുന്നതല്ല കേട്ടോ, ഫുൾ നമ്മൾ സംസാരിക്കുകയാണ്. വ്ളോഗിൽ തന്നെ സംസാരിക്കും. ഗായ്സ്, നമ്മൾ എലിഫന്റ് ക്യാമ്പ് ദിസ് വേ പോവാണ് ഇങ്ങോട്ട്. നമ്മൾ പോകുന്നു എങ്ങോട്ട്? നമ്മൾ എലിഫന്റ് ക്യാമ്പിലേക്ക് പോവാണ്. എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഉള്ളൂ. വിൽ റീച്ച്. കുറച്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ. കിട്ടി എടുത്തു ഞാൻ. ഞാൻ സ്പെക്സ് മാറ്റി ആൻഡ് ഓൾസോ ഞാൻ കമ്പി ഇട്ടു ഗൈസ്. ഞാൻ പറഞ്ഞില്ല പാർവതിയാന. ഗൈസ്, ഞാൻ കമ്പി ഇട്ടു, നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞങ്ങളൊക്കെ കമ്പി ഇട്ടു. ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതാണ് കമ്പി ഇടുന്നത്. പക്ഷെ ഡ്യൂ ടു സം പ്രോബ്ലം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടോ ഞാൻ കമ്പി ഇട്ടിട്ടുണ്ട്. ഗൈസ്, നമുക്കൊരു പാറു, ഇത് പാറു, റിയൽ പാറു. ഇതാണ് നമ്മുടെ പാറു. ഇനി പാറു എന്ന് പറയുന്ന ഒരു ആന ഇവിടെ ഉണ്ട്. നമുക്ക് ആനേനെ പോയി കാണാം. പൊന്നു ഇവിടെ, പൊന്നു. നമ്മൾ പാർവതി ആനയെ കാണാൻ പോകുന്നു ഗൈസ്. എൻ്റെ ഇതാണ് എൻ്റെ കമ്പി. ദേ പാർവതി ആന. ഞാൻ പോട്ടെ ഗൈസ്. ദേ പാർവതി ആന. എടാ എന്തോരാന എടാ, മത ഇളകിയത് ഇങ്ങനെ കാണിക്കണേ. എൻ്റെ അമ്മേന് പുറയിലെ കൊമ്പ നോക്കി. ഗൈസ്, കൊമ്പനാന ഉണ്ട് ഗൈസിന്റെ ബാക്കില്. കുട്ടിയാനല്ലേ ഇത്? കുട്ടിയാന. എന്റെ ബാക്കിൽ കൊമ്പനാന. എന്തിനാ? പാറുവേ, ചെവി അനങ്ങ. അതാ ഞാൻ വിചാരിച്ചു ഇത്ര നേരമായിട്ട് ചെവി അനങ്ങുന്നില്ല. അപ്പൊ ഞാൻ വെച്ചത് പ്രതിമയാന്ന്. പക്ഷെ ചെവി അനങ്ങാത്ത ആനകൾ ഡേഞ്ചറാന്നാണ്. അങ്ങനെയാണ് എന്നോട് കൊച്ചച്ഛൻ പറഞ്ഞത് ഗൈസ്. ചെവി അനങ്ങാതിരിക്കുന്ന ആനകൾ ഡേഞ്ചറാണ്. അതാണ് അതിനെ മാറ്റി കിട്ടിയത്. അവിടെ നിന്ന് മാറ്റി മറ്റേ പാട്ട് നെക്സ്റ്റ് വ്ളോഗർ. ഇറ്റ്സ് മീ പല്ലു. ഇതാണ് വ്ളോഗിന്റെ ചാനൽ. അടിയിൽ കമന്റ് ഇടാറുണ്ട്. ഇത് ചിങ്ങിത് എന്താണ് ഇറ്റ്സ് കീർത്തന, ഇറ്റ്സ് മീ പല്ലു, ഇത് ഫൺ ടൈം. 3 ചാനൽ അങ്ങനെയല്ല. ഗൈസ്, ഇവിടെ നിറച്ചും ഇങ്ങനെ നടക്കുമ്പോ നമുക്ക് ആനകളെ കാണാട്ടോ. ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ആനകളാണ് ഫുൾ. ഡാൻസ് കളിക്കണം തോന്നുന്നു. അഞ്ജന എന്നാ പേര്. അഞ്ജന. എന്റെ ഡാൻസ് ടീച്ചറിന്റെ പേര് അഞ്ജന. കേട്ടാ, നമ്മുടെ ഡാൻസ് ടീച്ചറിന്റെ പേര് അഞ്ജന. അതാ ഡാൻസ് കളിക്കണേ ഗൈസ്. തഗ് ഇങ്ങനെ തൂളച്ചളികൾ പറയാൻ ഇവിടെ കുറെ പേരുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് പോകുമ്പോൾ കമാ. ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഇടാം. ഇവിടെ ഒന്നും ഇട്ട് വൃത്തികേടാക്കരുത്. ഇവിടെ റൈറ്റ് നൗ ഞങ്ങൾ വന്നിട്ടൊന്നും കാണുന്നില്ല. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം ഇതൊക്കെ വേസ്റ്റിൽ തന്നെ ഇടാം കേട്ടോ. ഈ ഒരു ഇതിൽ തന്നെ ഇടാം ബോട്ടിലും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ തന്നെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ വെച്ച് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന്. അത്യാവശ്യം ആൾക്കാരുണ്ടല്ലേ.
പിന്നെ അവിടെ പുറത്തുണ്ട് വെക്കേഷനൊക്കെ ആയിരുന്നു. ആ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്നുള്ളവരൊക്കെ ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുമല്ലോ. ഇവര് മൂന്നുപേര് ഫോട്ടോ എടുക്കുന്നു. ഞങ്ങള് ഇറങ്ങി അങ്ങോട്ട് ചാടി കയറ്. കുലുങ്ങന്ന് വെച്ചാൽ പോരില്ലോ എന്നെ എടുത്ത് ഇരുത്താനുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലെന്ന് ഞാൻ തന്നെ ഇരുന്നോണ്ട് ഇയാളെ മോനെ ഞാനോട് പറഞ്ഞപ്പോ നമ്മളിവിടെ ഏറ്റവും എന്തോ പ്രായമുള്ള ആനയാണോ, ഏറ്റവും പ്രായവും ഭയങ്കര ഡേഞ്ചറസും ആയിട്ടുള്ളൊരു ആനയാണ് പീലാണ്ടി ചന്ദ്രു. 49 വയസ്സുണ്ട് കേട്ടോ. ആൾക്കാരെ കൊന്നിട്ടുണ്ടോ ഗൈസ്? കുത്തി കൊന്നിട്ടുണ്ട് ഗൈസ്. ഡേഞ്ചർ. ഈന്തപ്പഴം തണ്ണിമത്തന് ഈന്തപ്പഴം തണ്ണിമത്തനാണോ അതിന്റെ ഇഷ്ടം? എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ചില്ല. അതെ, ഈന്തപ്പഴവും തണ്ണിമത്തനും എൻ്റെ ഇഷ്ട വിഭവങ്ങളാണ്. ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെയാകാൻ ശ്രമിക്കുന്നു. കാരണം അത് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരാവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഗൈസ്, ഡേഞ്ചർ ആന പീലാണ്ടി ചന്ദ്രുവിൻ്റെ എന്താണ് ഡീറ്റെയിൽസും കാര്യം നമ്മൾ കണ്ടു. പീലാണ്ടി ചന്ദ്രുവിനെ നിങ്ങൾ കണ്ടില്ലല്ലോ, നമുക്ക് പീലാണ്ടി ചന്ദ്രുവിനെ കാണിച്ചു തരാം. പേര് കേൾക്കുമ്പോ എന്തോ പോലെ. പീലാണ്ടി ചന്ദ്രു ഗൈസ്. ഇങ്ങനെ ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ളിലേക്കോ അങ്ങനെ അങ്ങനെ പീലാണ്ടി ചന്ദ്രു. പീലാണ്ടി ചന്ദ്രു ഇവിടെ മോനെ. പക്ഷെ ഇത് ചെവി അനക്കുണ്ടല്ലോ. പാവാണോ? പാവായിട്ടുണ്ടാവും ഗൈസ്. പീലാണ്ടി ചന്ദ്രു പീലാണ്ടിനെ കണ്ട് തിരിച്ചു പോകുന്നു പാർക്കിലോട്ട്. അയ്യോ, കുറെ നടക്കാണ്ട് ഗൈസ്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ലൊരു അല്ലേ, എന്താ ഇനി പറയാ, എന്തോ ഒരു നല്ലൊരു ഇതുണ്ട്, നല്ലൊരു വൈബുണ്ട്. ചൂടെടുത്ത് എല്ലാരും കൂടി മുന്നോ ഒച്ച് നീയല്ലേ എവിടെ അങ്ങനെ വളർന്നു വരുന്നത് പഠിക്കുവാണ്. ഇങ്ങനെ 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 പിന്നെ ഇത് ലാസ്റ്റ് ഇത്. ഒരു മാപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ തിരിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഏർമാടമുണ്ട്, പിന്നെ പാർക്കൊക്കെ ഉണ്ട്. സോ നമ്മൾ ഏർമാടത്തിലോട്ടും പാർക്കിലോട്ടും പോകുന്നത് ആനകളുടെ കടവ്. അയ്യോ, വേറെ ആൾക്കാർ കയറി ഗൈസ്, വേറെ ആൾക്കാർ ട്രീ ഹൗസിൽ കയറി ഗൈസ്. നമ്മൾ ചമ്മി ഗൈസ്, നോ എൻട്രി. അയ്യോ, ഗൈസ് ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ഗൈസ്. ഞങ്ങൾ പാർക്ക് കണ്ടപ്പോ പ്രാന്തികളായി ഗൈസ്. കിടക്ക് പറ. ചൂളമടിച്ച് കറങ്ങി നടക്കണ ചോല ഗൈസ്. കൊച്ചച്ഛൻ അവിടെ ഉണ്ട്. കൊച്ചച്ഛന് ആക്ട് ചെയ്യാൻ പോവാണേ. വരുവാനില്ലാരും എന്നൊരു നാളും ഈ വഴി. പാട്ടുകൂടി ഉറക്കും ഞങ്ങൾ. അപ്പോഴേക്കും പല്ലുവിനെ കുറച്ചു നേരം ഉറക്കട്ടെ. ആ വരുവോ അണ്ട് ഞാൻ ഞങ്ങളില്ലേ ആ സാധനം കണ്ടോ ഗൈസ്? അത് വഴി ഇറങ്ങി ഗൈസ്. ഞങ്ങളും കയറി ഗൈസ്.
ചെരുപ്പിട്ടില്ല. ഒന്നും കൂടി കയറാ. ഒന്നിറങ്ങോ എന്നിട്ട് ഒന്നും കൂടി കയറാ. ഒരുമിച്ച് കയറാറുങ്ങ. അയ്യോ ഒന്നും ഒരുമിച്ച് കയറാറ്. ഇറങ്ങ പല്ലി ഇറങ്ങ. അല്ല പൊക്കോളം രണ്ട് പെണ്ണു അല്ല പൊക്കോളാണ്. ഗൈസ് ഞങ്ങൾ ഇവിടെ ആടുകയാണ് ലീലാവിലാസങ്ങൾ. അവിടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്റെ വർത്തമാനം കൊണ്ട് ഞങ്ങളിവിടെ പഞ്ചാണ് ഗൈസ്, മകളും അച്ഛനും കൂടിയാണ്. അച്ഛൻ പിടിച്ച ബലം പിടിച്ചു. ഇച്ചിരി പിടിക്കാച്ച പിടിക്കും. നിന്നെ കൊണ്ട് ശ്രീകുട്ട യു ക്യാൻ നീ ഒരു ആണാണെന്ന് തെളിയിക്കണം. നോക്കൂ ഗൈസ്, ഇങ്ങോട്ട് നോക്കടാ. നല്ല പുല്ലൊക്കെ ആർട്ടിഫിഷ്യൽ പുല്ലൊക്കെ വെച്ചാൽ ഞാനും ഇരിക്കാം. അങ്ങനല്ല, ഇരിക്കി, നമുക്ക് രണ്ടുമൊക്കെ ഇരുന്നിട്ട് ആടാം. നല്ല രസമുണ്ട് ഇത് ആക്ച്വലി. അയ്യോ ഏതൊരു കൊച്ചു വീണു ഗൈസ്, ഏതൊരു കൊച്ചു വീണു ഗൈസ്, പെട്ടെന്ന് വീണു ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ പാർക്കിൽ അർമാദിച്ചു ഗൈസ്. എന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു ബ്രോ. ഞങ്ങളെല്ലാരും ഗൈസ് ഞങ്ങളൊരു കടയിൽ കയറിക്കുവാണ് ഒന്ന് റിഫ്രഷ് ആവാനായിട്ട് കേട്ടോ. ഗൈസ് നമ്മൾ ഡ്രിങ്ക്സ് കുടിക്കാൻ വന്നിട്ട്. നീ എന്താ ഓർഡർ ചെയ്തേ? ഞാൻ കോൾഡ് കോഫി. നീ എന്താ ഓർഡർ ചെയ്ത പല്ലു? ശ്രീകുട്ടൻ എന്താ? മിൽക്ക് സിറപ്പ്. ഞാൻ കോൾഡ് കോഫിയാണ് ഗൈസ്. നല്ല മഴ. നിങ്ങൾക്ക് ഞാൻ പറയണതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നല്ല മഴയുണ്ട് ഇപ്പൊ എന്തായാലും. ഓക്കെ, അപ്പൊ ഇതിന് മഴയൊക്കെ താഴ്ന്നു കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ്. താഴെ നിട്ടില്ലേ, ഞാൻ മുടിയൊക്കെ പൊക്കത്ത് കെട്ടി വേറെ ലുക്കായി. ചെളി ഉണ്ടായില്ല. അത് ചെളി ഉണ്ട് കേട്ടോ, കഴിക്കണ്ട. നമ്മൾ തിരിച്ച് പോവാണ്. എങ്ങോട്ട്? വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് മഴ ഉണ്ട്, കുറഞ്ഞു. നേരത്തെ വെച്ച് നോക്കുമ്പോ നല്ല പോലെ മഴ കുറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോ പോകുന്നേ. ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് ബഡായി വരുന്ന ചെറുതുണ്ട് കേട്ടോ, അത് നോക്കുവാണ് ഞങ്ങൾ. മോളി കാണുന്നത് ഏറ്റവും ആ മഞ്ഞ കളർ. ഇപ്പൊ കഴിച്ച് ഞങ്ങൾ പോവാനുള്ള ഒരു വൈബിലാണ് ഇപ്പൊ നിക്കുന്നല്ലേ. സോറി, അതെ മഴ ഉണ്ട് ആക്ച്വലി അല്ലേ, ചാറ്റൽ മഴ ഉണ്ട്. അല്ല, പ്രണയമഴ തൂവൽ പുഴയും മരണമഴ. ഗായ്സ് അവര് സ്റ്റാർ ഫ്രൂട്ട് വാങ്ങി. കയ്പുണ്ട്. എനിക്ക് സെക്കൻഡ് പല്ല് കമ്പിട്ടുണ്ട്, കഴിക്കാൻ പറ്റണില്ല.
ഫുൾ കമ്പി അന്ന് 3 10 രൂപയ്ക്ക് മാങ്ങ നേക്ക്, ബാക്കി 40 രൂപയ്ക്ക് നെല്ലിക്കാൻ നേരം. മാങ്ങക്കാരാണ് ഞാൻ മാങ്ങ ഇനി മാങ്ങയൊക്കെ ഷെയർ ചെയ്യും. കടിക്കടി തൊലി നല്ലതാണോ? നെല്ലിക്കെടുത്താ സാരില്ല. ആണോ? അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നത്, നമുക്ക് നേരെ അടിവാരത്തുള്ള മലയാറ്റൂർ മല കാണാൻ വിട്ടാലോ എന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഓട്ടോയിൽ തിങ്ങി നിറഞ്ഞ് അങ്ങോട്ട് വിട്ടു. അതേ ഈ കയ്യിൽ കാണുന്ന നെല്ലിക്ക അവിടെ വെച്ച് വാങ്ങിയതാണ്. പല്ലിൽ കമ്പി ഉള്ളതുകൊണ്ട് ഇതുവരെ ഞാൻ കഴിച്ചു തീർന്നിട്ടില്ല കേട്ടോ. ഞങ്ങളിപ്പോ മലയാറ്റൂർ നമ്മളെവിടെയാ? മലയാറ്റൂർ അടിവാരത്തുള്ള അടിവാരത്തുള്ള മലയാറ്റൂർ പള്ളിയിലാണ് ഞങ്ങളിപ്പോ. സോ നല്ല മഴയുണ്ട്, നല്ലൊരു ആംബിയൻസ് ഉണ്ട്, നല്ല തണുപ്പുണ്ട്, ഒരു അല്ലേ സെറ്റ് ആംബിയൻസ് ആട്ടോ. ഇവിടെ മഴ പെയ്തോണ്ടേ ഇരിക്കുവാണ്. ആ മലയിൽ ഇങ്ങനെ മഴ പെയ്തിട്ടുള്ള ഒരു വൈബ് സത്യം നല്ല രസമുണ്ട്. കാരണം നോക്കുമ്പോ ഇവിടെയൊക്കെ മഞ്ഞ് പോലെ ഇരിക്കണം മഴയൊക്കെ പെയ്തിട്ട്. സോ സൂപ്പറാണ്. 2 മണിക്കൂർ എടുക്കും എന്തായാലും. ഗൈസ് നമ്മൾ മെഴുകുതിരി കത്തിക്കാൻ പോകുന്നു. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ വന്നത് ഫ്ലോപ്പായി പോയല്ലേ. പക്ഷെ നല്ല മഴയുള്ളത് കൊണ്ട് നല്ലൊരു ആംബിയൻസ് കിട്ടിയെന്ന് പറയാം, അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും. അപ്പൊ ഗൈസ് നമ്മൾ അവിടെ ആട്ടോ മെഴുകുതി അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ മെഴുകുതി എത്തിച്ചത്. ഫൈനലി ഇവിടെയാണ് മെഴുകുതി കത്തിച്ചത്. അയ്യോ നമ്മുടെ മെഴുകുതിരിയൊക്കെ കിട്ടും, എല്ലാം കിട്ടും. നമ്മൾ കത്തിച്ചിട്ടൊരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല ഗൈസ്, എല്ലാം കെട്ടുപോയി. കത്തിക്കാനായിട്ട് എല്ലാം കിട്ടും ഗൈസ്. നമ്മൾ പൊന്നുംകുരിശ് മുത്തപ്പയുടെ പൊന്മാല കയറ്റത്തിൽ കയറുന്നില്ല, കയറണം എന്നൊക്കെ വിചാരിച്ചു, ബട്ട് സമയമില്ല ഗൈസ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വന്നു. ഇവള് കയറിയിട്ടുണ്ട് കേട്ടോ. എന്തോരം നേരത്ത് കയറി? 2 മണിക്കൂർ. അപ്പോൾ ഞങ്ങൾ തൽക്കാലം മെഴുകുതിരി കത്തിച്ചു അല്ലേ. നമുക്ക് കാട് നോക്കി. ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ കൂടി വൈബ് അടിച്ച് മലയറാൻ. ആണോ? എനിക്ക് കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയമില്ല, മഴയാണ്. പിന്നെ ഞങ്ങൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ല, പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര ക്യുക്കായിട്ടുണ്ടായിരുന്നൊരു ഇതായിരുന്നു. അതുകൊണ്ട് പ്ലാനൊക്കെ നമ്മൾ വല്ല കഴിക്കാനൊക്കെ കൊണ്ടുവന്ന് അടിപൊളിയായിട്ട്. ഇവിടെ കുറേ സ്റ്റാൾസ് ഉണ്ട് കേട്ടോ. അതേ നമ്മുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആക്ച്വലി ഇവിടെ വന്ന് ഫ്ലോപ്പ് ആയോ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശം നടന്നില്ലേലും മെഴുകുതിരി കത്തിച്ചു, നല്ലൊരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഗൈസ് നമ്മൾ തിരിച്ച് പോവാണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് കണ്ടു, ഇനി തിരിച്ചു പോകാം. നമ്മുടെ ഓട്ടോയ്ക്കാണ് നമ്മൾ പോകുന്നത്, വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോവാണ്, നമുക്ക് ഇതുവഴി തന്നെ പോകാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. സോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ദിവസമല്ലായിരുന്നോ? സെറ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് തൊട്ട് ഞങ്ങളുടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഈ വീട്ടിൽ. അപ്പോൾ ലാസ്റ്റ് ഡേ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചു. അപ്പോൾ നിങ്ങളും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.